അമിതമായ ഫിസിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ മെൻ്റൽ ആങ്സൈറ്റി, അതുമല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പെട്ടെന്നൊരു വീഴ്ച സംഭവിക്കുന്നു, തല എവിടെയെങ്കിലും അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹോട്ട് ന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് ആകുന്ന ഒരു ന്യൂസ് കേൾക്കുന്നു, പെട്ടെന്നൊരു വാർത്ത കേട്ടിട്ട് നമ്മുടെ ആങ്സൈറ്റി വർദ്ധിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. പ്രഷർ പെട്ടെന്ന് കൂടുക, നന്നായിട്ട് അണയ്ക്കുക, ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടുന്ന പോലെ അണയ്ക്കുക, അതുപോലെ ചെസ്റ്റ് ഭാഗത്ത് പെയിൻ ഉണ്ടാവുക, നല്ല തലവേദന ഉണ്ടാവുക, അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് ഗ്യാസ് ഫോം ചെയ്ത് മേലോട്ട് വരിക, ചെസ്റ്റ് ഭാഗത്തെ കൺജഷൻ, തലകറക്കം ഉണ്ടാകുക, തലചുറ്റൽ പോലെ വരുന്നു, അതുപോലെ തന്നെ വയറു ഭാഗത്ത് വളരെ കൺജഷൻ, ഡൈജസ്റ്റീവ് പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ, അതുപോലെ തന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളെക്കുറിച്ചാണ്, വളരെ പ്രയോജനകരമായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ 5 സ്റ്റെപ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാഗസ് നെർവിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് വാഗസ് നെർവ്? നമ്മുടെ ബൊഡിയിൽ തുടങ്ങി ചെവിയുടെ 2 സൈഡിലേക്ക്, ചെവിയുടെ മുകളിൽ നിന്നും നേരെ താഴേക്ക് വന്ന്, ചെവിയുടെ പുറകിൽ കൂടി താഴേക്ക് വന്ന്, കഴുത്തിൻ്റെ സൈഡിൽ കൂടി, 2 കഴുത്തിൻ്റെ സൈഡിൽ കൂടി നേരെ താഴേക്ക് വന്ന് തൊറാക്സ് വഴി ലോവർ അബ്ഡോമൻ വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലെ ഏറ്റവും വലിയ നെർവാണ് വാഗസ് നെർവ്. നമ്മുടെ ഇൻവോളണ്ടറി ഫങ്ഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കുറച്ച് ഫങ്ഷൻസ് ശരീരം നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഹാർട്ട് ബീറ്റ് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഭക്ഷണം നമ്മുടെ തൊണ്ട വരെയുള്ള, അതിൽ നിന്ന് താഴേക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ല ഭക്ഷണം ദഹിക്കുന്നതും അതിൻ്റെ മറ്റുള്ള പ്രോസസ്സിങ്ങും, അത് നമ്മുടെ കൺട്രോളിലല്ല. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലക്സ് ആക്ഷൻ, നമ്മൾ പെട്ടെന്ന് അടിയന്തരമായിട്ട് നമ്മൾ ഒരു ചൂട് നമ്മുടെ കൈക്ക് തട്ടിയാൽ പെട്ടെന്ന് കൈ വലിക്കുന്നു, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നു, ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുന്നു, അതുപോലെ വീഴുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ പിടിക്കുന്നു. ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നത് വാഗസ് നെർവാണ്. അപ്പോൾ ഈ വാഗസ് നെർവിനെയാണ് നമ്മൾ ഇവിടെ കൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഈ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഓവറായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. 2 സാഹചര്യത്തിലാണ് ഈ വാഗസ് നെർവ് ഓവറായിട്ട് ട്രിഗർ ചെയ്യുന്നത്. ഒന്ന് ഇൻഫ്ലമേഷൻ കൂടി, മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിഡൻ്റലായിട്ടുള്ള കാര്യത്തിൽ കൂടി. അത് മാനസികമാകാം, ശാരീരികമാകാം. ഇതിൽ കൂടിയാണ് വാഗസ് നെർവ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ട്രിഗർ ചെയ്യുന്നത്. ഇതിനെ എങ്ങനെ റിലാക്സ് ചെയ്യാം? സ്റ്റെപ്പ് നമ്പർ 1, നമുക്ക് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മളിവിടെ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക, ഡീപ്പായിട്ട് ശ്വാസം എടുത്ത് ഒരു ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ശക്തമായിട്ട് ഈ തൊണ്ടയിൽ കൂടെ ഒരു ശബ്ദത്തോടു കൂടി വേണം ഇത് പുറത്തോട്ട് വിടാൻ. ഇവിടെ അങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്. അങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, കൈ നന്നായിട്ട് നനയ്ക്കുക, അതല്ലെങ്കിൽ നനഞ്ഞ ഒരു ടവൽ എടുക്കുക. നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത ഒരു ടവൽ നമ്മുടെ ഈ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. കൈയുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകിലും ഷോൾഡറിലും ഇതേണ്ട ഈ സൈഡ് ഭാഗത്തായിട്ട് നന്നായിട്ട് തണുപ്പിക്കുക. ഇനി ഈ ടവലൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നനച്ചിട്ട് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് 2 വിരലും ചെവിക്ക് അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കടത്തി വെക്കുക. ജസ്റ്റ് ഒന്ന് കടത്തി വെച്ചിട്ട് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിക്കണം. ശ്വാസം ഉള്ളിലോട്ട് വലിച്ച് കൈ ജസ്റ്റ് ഒന്ന് ചെവിക്ക് അകത്തേക്ക് കടത്തി വെച്ചിട്ട് ഒരു മൂളലോടുകൂടി എക്സൈൽ ചെയ്യുക. നമ്മളിവിടെ എക്സൈൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കൈ വിരളം നനക്കി കൊടുക്കണം. 5 ടൈംസ് ചെയ്യും. ഈ ഓരോ സ്റ്റെപ്പിനിടയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസം ഉള്ളിലോട്ട് എടുത്തിട്ട് തൊണ്ടയിൽ കൂടി ഒരു സൗണ്ടോട് കൂടി പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റെപ്പ് നമ്പർ 4, കാലിൻ്റെ വിരൽ മാത്രം മടക്കുകയും നോക്കുകയും ചെയ്യും. കാലിൻ്റെ 2 കാലിൻ്റെ വിരലുകൾ മാത്രം, പാദമല്ല, വിരൽ മാത്രം മടക്കുക, നോക്കുക, ഒരു 10 ടൈംസ് ചെയ്യും. 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, മസാജ് ചെയ്യുക. 2 കൈ കൊണ്ടും ഈ കഴുത്തിൻ്റെ സൈഡിലായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക.
ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക, പ്രസ് ചെയ്യുക. അതുപോലെ തള്ളവിരലോട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. മേളിൽ നിന്ന് താഴേക്ക് ചെവിയുടെ ബാക്ക് ഭാഗത്തൂടെ ഒന്ന് മസാജ് ചെയ്യുക. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 5. ഇതിനിടയ്ക്ക് നമ്മൾ ശ്വാസം എടുത്ത് വിടുകയും ഇൻഹേൽ എക്സേൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഷോൾഡർ ഭാഗത്ത് അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതും നനഞ്ഞ കൈകൊണ്ട് വേണം പ്രസ് ചെയ്യുന്നത്. തണുത്ത വെള്ളത്തിൽ മുക്കിയ കൈകൊണ്ട് വേണം മസാജ് ചെയ്യാനും ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം.